അന്താരാഷ്ട്ര ഓൺലൈൻ ഷെയർ ട്രേഡിംഗിന്റെ പേരിൽ 41 ലക്ഷം രൂപ തട്ടിയ കേസിൽ മുഖ്യപ്രതിയെ കണ്ണൂർ ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. കർണാടക വിരാജ്പേട്ട് സ്വദേശിയായ ആദർശ് കുമാറിനെയാണ് ടൗൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേരിയുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. ആദ്യമായാണ് ഇത്തരമൊരു കേസിൽ മുഖ്യപ്രതിയിലേക്ക് അന്വേഷണം പോകുന്നത്. ആദ്യമായാണ് പണം തട്ടിയ മുഖ്യപ്രതി അറസ്റ്റിലാകുന്നത്. സംഭവത്തെക്കുറിച്ച് ടൗൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേരി പറയുന്നത് ഇങ്ങനെ: ഓൺലൈൻ ഷെയർ ട്രേഡിംഗ് തട്ടിപ്പ് നടത്തിയ കേസിലെ ഒരു പ്രധാനപ്പെട്ട പ്രതിയെ ഇന്ന് കണ്ണൂർ ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആദർശ് കുമാർ എന്നാണ് അയാളുടെ പേര്. അയാൾ കർണാടക കുടക് സ്വദേശിയാണ്. 2023 കണ്ണൂർ ടൗണിൽ രജിസ്റ്റർ ചെയ്ത ഒരു കേസാണ്. പരാതിക്കാരന് 41 ലക്ഷം രൂപ ഓൺലൈൻ ഷെയർ ട്രേഡിംഗ് നടത്താമെന്ന് വാഗ്ദാനം ചെയ്ത് പൈസ ഇരട്ടിക്കാം എന്ന് പറഞ്ഞ് വാഗ്ദാനം ചെയ്തിട്ടാണ് പരാതിക്കാരൻ പണം നിക്ഷേപിച്ചത്. അത് അമേരിക്കയിലുള്ള ഷെയർ ട്രേഡിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്യും, നേരെ ഇരട്ടി പണം കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടാണ് പരാതിക്കാരൻ പണം ഇട്ടത്. ഫോറക്സ് ട്രേഡിങ്ങിലാണ് ഇൻവെസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ആദ്യം കുറച്ച് പൈസ പരാതിക്കാരന് കിട്ടിയിരുന്നു. പിന്നീട് പൈസ ഒന്നും കിട്ടാതെ വന്നപ്പോഴാണ് ചീറ്റ് ചെയ്യപ്പെട്ടതായി അയാൾ മനസ്സിലാക്കിയത്. 2023 കണ്ണൂർ പള്ളിക്കുന്ന് സ്വദേശി ഫേസ്ബുക്കിലെ പരസ്യം കണ്ട് ഇന്റർനാഷണൽ ഓൺലൈൻ ഷെയർ ട്രേഡിംഗിൽ പണം നിക്ഷേപിച്ചത്. അമേരിക്കൻ ഷെയർ മാർക്കറ്റ് എന്നു പറഞ്ഞു വിശ്വസിപ്പിച്ചാണ് പണം വാങ്ങിയത്. കാർത്തികേയൻ ഗണേശൻ എന്ന പേരാണ് പ്രതി പറഞ്ഞിരുന്നത്. ചിക്കാഗോയിൽ സ്ഥാപനം ഉണ്ട് എന്നും നിക്ഷേപകനെ പറഞ്ഞു പറ്റിച്ചു. ആദ്യ നിക്ഷേപത്തിന് ഇരട്ടി തുക നൽകി. അമേരിക്കൻ ഡോളറായാണ് പണം തിരികെ നൽകിയത്. വിശ്വാസം ജനിപ്പിച്ച ശേഷം കൂടുതൽ പണം നിക്ഷേപിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടേയിരുന്നു. തുടർച്ചയായി പണം നിക്ഷേപിച്ചു. അക്കൗണ്ടിൽ തിരിച്ചു പണം എത്തിയതായും കണ്ടു. ഇത് പിൻവലിക്കാൻ നോക്കിയപ്പോഴാണ് തട്ടിപ്പ് മനസ്സിലായത്. അപ്പോഴേക്കും പള്ളിക്കുന്ന് സ്വദേശി 41 ലക്ഷം രൂപ നിക്ഷേപിച്ചിരുന്നു. പണം പോയത് വിരാജ്പേട്ട സ്വദേശിയായ ആദർശ് കുമാറിന്റെ അക്കൗണ്ടിലേക്ക്. 2023 പരാതി കിട്ടിയതു മുതൽ IT ആക്ട് പ്രകാരം പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിരുന്നു. പ്രതിയുടെ ഫോൺ, അക്കൗണ്ട് വിവരങ്ങൾ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന പോലീസ് പ്രതി വയനാട്ടിലെ കാട്ടിക്കുളത്ത് എത്തിയതായി മനസ്സിലാക്കി. SI PP ഷമീൽ, SI പ്രദീപൻ, രാജേഷ്, വിനിൽ എന്നിവർ ചേർന്ന് വയനാട്ടിലെത്തി പ്രതിയെ പിടികൂടി. ആദ്യമായാണ് ഷെയർ ട്രേഡിംഗ് തട്ടിപ്പിൽ പണം നേരിട്ട് വാങ്ങിയ ആളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ പിന്നിൽ വലിയൊരു റാക്കറ്റ് ഉള്ളതായിട്ടാണ് ഞങ്ങൾ സംശയിക്കുന്നത്. ഇത് ഫസ്റ്റ് ലെയറിലെ ഒരു പ്രതിയാണ്. സാധാരണ നമുക്ക് നേരിട്ടുള്ള ആളുകളെ കിട്ടാറില്ല. രണ്ടാമത്തെയോ മൂന്നാമത്തെയോ തട്ടിലേക്ക് എത്തുമ്പോഴാണ് പ്രതികളെ കിട്ടുക. പക്ഷേ ഇത് ഏറ്റവും ആദ്യം ഈ പരാതിക്കാരൻ പണം കൊടുത്തത് ഈ പ്രതിക്കാണ്. ആ പ്രതിയെയാണ് ഞങ്ങൾക്ക് പിടിക്കാൻ പറ്റിയത്. ഈ ഓൺലൈൻ തട്ടിപ്പുകളെക്കുറിച്ച് വളരെ നല്ല രീതിയിലുള്ള ഒരു ബോധവൽക്കരണം ജനങ്ങൾക്ക് ഇന്ന് പോലീസും മറ്റു മാധ്യമങ്ങളും നൽകുന്നുണ്ട്. എന്നിട്ടും ചില ആളുകൾ അമിത ആദായത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ അമിത ലാഭത്തിന് വേണ്ടിയോ ഇവരുടെ ചതിക്കുഴിയിലേക്ക് വീഴുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് 41 ലക്ഷം രൂപയാണ് നേരെ ഇരട്ടിയാക്കാമെന്ന് പറഞ്ഞിട്ട് ഷെയർ ട്രേഡിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡബിളാവെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇദ്ദേഹത്തെ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് വഴിയാണ് സമീപിച്ചത്. ഇദ്ദേഹത്തിൻ്റെ പണം പോയിട്ടുള്ളത്. സാധാരണ ഇത്തരം തട്ടിപ്പുകളിൽ മുഖ്യപ്രതി പണം വാങ്ങി മറ്റ് അക്കൗണ്ടുകളിലേക്ക് മാറ്റാറാണ് പതിവ്. 3ഉം 4ഉം ലെയറിൽപ്പെട്ട പ്രതികളെയാണ് പോലീസിന് പിടികൂടാൻ കഴിഞ്ഞിരുന്നത്. ഈ അറസ്റ്റ് ഓൺലൈൻ തട്ടിപ്പ് കേസിൽ നിർണായകമാകുന്നതും അതുകൊണ്ട് തന്നെ. അതിസൂക്ഷ്മമായ പോലീസ് അന്വേഷണമാണ് വിജയത്തിൽ എത്തിയത്. 1 വർഷം മുമ്പ് കിട്ടിയ പരാതിയായിട്ടും പ്രതിയുടെ നീക്കങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിക്കാൻ പോലീസ് തയ്യാറായതാണ് നിർണായകമായ ഈ അറസ്റ്റിലേക്ക് എത്തിയത്. കണ്ണൂർ സ്ക്വാഡിന്റെ അന്വേഷണ മികവിന് മറ്റൊരു പൊൻതൂവൽ കൂടിയായി ഈ അറസ്റ്റ്. ഈ ഓൺലൈൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം ഉണ്ടാകുമെന്നാണ് ടൗൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേരി വ്യക്തമാക്കുന്നത്. മുഖ്യപ്രതിയിലേക്ക് അന്വേഷണം എത്തിയതോടെ ഇതിൻ്റെ പ്രധാനപ്പെട്ട കണ്ണികളെയും കണ്ടെത്താൻ കഴിയും എന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ബിജു അഴീക്കോടിനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.